റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി. ആരോഗ്യവകുപ്പിൽ ലക്ഷങ്ങളുടെ തിരിമറി കണ്ടെത്തിയതിനു ശേഷവും തട്ടിപ്പ് നടത്തിയ ജീവനക്കാരന് കരാർ പുതുക്കി നൽകി. 2023 ജൂലൈയിൽ തട്ടിപ്പ് പിടിച്ചിട്ടും 2024-25 വർഷത്തെ കരാർ പുതുക്കി നൽകിയതിന്റെ രേഖകളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഹരിപ്പാട് കാരുണ്യ ഫാർമസിയിലെ ഇൻചാർജ് മുരളികുമാറാണ് തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത്. തട്ടിപ്പ് പിടികൂടിയ ഉടൻ ജീവനക്കാരനെ പിരിച്ചുവിട്ടുവെന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ ഓഫീസ് വിശദീകരണം നൽകിയത്. നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടി സമയത്ത് നൽകാതെ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസ് പൂഴ്ത്തിവെക്കുകയുമായിരുന്നു. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, ഈ മുരളികുമാറിനെ തട്ടിപ്പിൽ പിടിച്ചിട്ടും വീണ്ടും പുനർനിയമനത്തിനുള്ള ലിസ്റ്റിൽ എങ്ങനെയാണ് ഇയാളുടെ പേര് ഉൾപ്പെടുന്നത്? അത് മുകളിൽ നിന്നുള്ള സ്വാധീനമില്ലാതെ ഇത് സാധ്യമാവില്ലല്ലോ. ഒരിക്കലുമില്ല അരുൺ. അതായത് മന്ത്രി ഓഫീസ് തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയൊന്ന് നടക്കൂ. അതായത് 2022-23 വർഷത്തിലാണ് മുരളികുമാർ 31 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് എന്ന് കണ്ടെത്തിയതും അത് സ്ഥിരീകരിക്കുന്നതും 2023 ജൂലൈ മാസം 27-ാം തീയതിയാണ്. അതിന് പിന്നാലെ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പണം തിരിച്ചടക്കാൻ പറഞ്ഞു, പലിശ തിരിച്ചടക്കാൻ പറഞ്ഞു. ഈ നടപടികളെല്ലാം 2023-ലും 2024-ന്റെ തുടക്കത്തിലുമായി നടക്കുന്നുമുണ്ട്. 2024 ജൂൺ മാസത്തിലാണ് ഈ ചോദ്യം പക്ഷേ നിയമസഭയിൽ വരുന്നത്. നിയമസഭയിൽ 2024 ജൂൺ മാസം ചോദ്യം വന്നിട്ടും ആദ്യ മാസങ്ങളിലൊന്നും ഇതിന് മറുപടി കൊടുക്കാൻ തയ്യാറായില്ല. ആ സമയങ്ങളിലെല്ലാം ഈ തട്ടിപ്പ് നടത്തിയ മുരളികുമാർ അവിടെ തുടരുകയായിരുന്നു എന്നുള്ളതാണ്. അരുൺ, നമ്മുടെ കയ്യിലുള്ള ഉത്തരവ് ഇക്കഴിഞ്ഞ ജനുവരി 6 ഇറക്കിയതാണ്. ആ ഉത്തരവ് പ്രകാരം 2024-25 വർഷത്തേക്ക് KMSCL-ൽ താൽക്കാലിക ജീവനക്കാരുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാണ്. ഈ ഉത്തരവിനകത്തെ 382ാമത്തെ പേരുകാരനായി 31 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഹരിപ്പാട് കാരുണ്യ ഫാർമസിയിലെ ഇൻചാർജായ മുരളികുമാറിന്റെ പേര് ഉൾപ്പെട്ടു എന്നതാണ് അരുൺ. അങ്ങനെയെങ്കിൽ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് ഒളിച്ചു കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതിൽ ഒരുപാട് കള്ളം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളാണ് അരുൺ രേഖകൾ സഹിതം പുറത്തേക്ക് വരുന്നത്. ടി വി പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ മന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണവും മന്ത്രി നിയമസഭയിൽ നൽകിയതും അത് രേഖകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാത്തതും എല്ലാം ദുരൂഹതയുണ്ടാക്കുന്നതാണ്. 31 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ ഒരാളെ വീണ്ടും അതേ തസ്തികയിലേക്ക് പുനർനിയമനം നടത്തുക എന്നുള്ളത് എന്ത് നീതിയാണ്? അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട വിഷയമാണ്. ഇതിൽ എന്താണ് മന്ത്രിയുടെ ഓഫീസിന് പങ്ക് എന്നുള്ളതും പുറത്തു വരേണ്ട വിഷയമാണ്.